നമസ്കാരം, എം.എസ്. മണിശങ്കറാണ്. ഓരോ വാർത്തകൾ കാണുമ്പോൾ ഒന്നും പറയാതെ പോകാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ജയിൽ വകുപ്പിൽ, അതായത് കുറ്റവാളികൾക്ക്, ക്രിമിനലുകൾക്ക്, അതായത് പിന്നെ കള്ള് കഞ്ചാവ് വിറ്റവന്, MDMA വിറ്റവനും, പിന്നെ കൊലപാതകം നടത്തിയവനും, മോഷണം നടത്തിയവനും ഒക്കെ ശമ്പള വർധനവ് LDF സർക്കാർ നടത്തിയിട്ടുണ്ട്. ഇടത് സർക്കാർ, പിണറായി സർക്കാർ അപ്പം നടത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും സന്തോഷമായിട്ട് 53 രൂപ ആയിരുന്നത് 620 രൂപയ്ക്ക് ഉയർത്തിയിട്ടുണ്ട്. എത്ര ശതമാനം? 10% കൂടുതലല്ല, 620 രൂപ ആക്കിയിട്ടുണ്ട് ശമ്പളം. അപ്പൊ ഇനി ജോലി തിരക്കിയാൽ നടക്കേണ്ട കാര്യമില്ല. വല്ല ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. എടാ, ഇതൊക്കെയാണെടാ വികസനം. ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? യുവന്മാർക്ക് സർക്കാർ ചിലവിൽ ആഹാരം, സർക്കാർ ചിലവിൽ വസ്ത്രം, സർക്കാർ ചിലവിൽ ശുശ്രൂഷ, സർക്കാർ ചിലവിൽ സെക്യൂരിറ്റി, ഇതെല്ലാം ചെയ്ത് ഈ കൊടും ക്രിമിനലുകൾ അകത്തുപോയി കിടന്നിട്ട് അവിടുന്ന് ഇനി ശമ്പളം കൂടെ 620 രൂപ പെർ ഡേ. അതായത് 620 രൂപ വെച്ച് 25 ദിവസം ജോലി ചെയ്യണമെന്ന് എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് നോക്കണം ഒരു മാസം. അപ്പം ഈ ഈ ഇതൊക്കെ ചെയ്യുന്നതിനൊരു മര്യാദ ഉണ്ട്. എന്നിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ കുറെ വേട്ടാവളിയന്മാർ പറയും, കമ്മ്യൂണിസ്റ്റുകാരന്മാരെന്ന് പറയണമാർ. എനിക്ക് ഇവന്മാരെ ഇഷ്ടമില്ലാത്ത ഇതുകൊണ്ടാണ്. എന്നിട്ട് എന്നാൽ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവന്മാരെ നിലപാടുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാത്തതാണ്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ആശാ വർക്കർമാരെ ഇവന്മാർ പുച്ഛിച്ച് തള്ളി. എന്നിട്ട് ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾക്ക് വേണ്ടി ഇവന്മാർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കാര്യം പിന്നെ ഇതിലൊരു സത്യം ഉണ്ട് കേട്ടോ. ഈ അധികാരം പോയി കഴിയുമ്പോൾ ഇവന്മാർ കുറെ എണ്ണം അകത്ത് പോയി കിടക്കും. അതിന്റെ തുടക്കമായിട്ടുണ്ട്. സർക്കാർ പിണറായിനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതൊരു സന്തോഷമുണ്ട്. സ്വർണം കട്ടവനും എല്ലാം അകത്ത് കിടപ്പുണ്ട്. അപ്പൊ അവർക്കെല്ലാം വേണ്ടിയായിരിക്കും ഈ ഒരു പുതിയ പരിഷ്കാരം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അവരെ പാർട്ടിക്കാരെ സംരക്ഷിക്കുക അവർക്കറിയാം. അത് അവരൊരു ചോരയിലുള്ള കാര്യമാണ്. അതൊരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരുടെ പാർട്ടിക്കാരെ ഒന്നേ ഒരു സൊസൈറ്റി കയറ്റിയിരുത്തും, അല്ലെങ്കിൽ പഞ്ചായത്തിൽ എന്തെങ്കിലും സംവിധാനത്തിൽ കയറ്റിയിരുത്തും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം കൊടുത്ത് അതിനുള്ള അവരെ പാർട്ടി തൊഴിലാളികളെ അവർ എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുത്ത് സെക്യൂർ ആക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ജയിലിലെ ശമ്പള വർധനവ്. ഇനിയിപ്പം ജയിലിൽ പോയി കിടന്ന് പാർട്ടിയിലെ കാര്യങ്ങൾ പറഞ്ഞ് മിക്കവാറും ഇവിടെ നടന്ന ഈ അഴിമതികളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുമ്പോഴും ഒരുപാട് സഖാക്കൾ, പിണറായി സഖാവും പോകുമെന്ന് ദൈവത്തിന് തന്നെ അറിയാം. സഖാവ് അടക്കം അകത്ത് പോകുമ്പോൾ അവർക്കുള്ള ശമ്പള പരിഷ്കരണമാണ് ഇവർ നടത്തിയത്. എടാ, കഷ്ടമാണെടാ. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വരരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. ഇവിടെ ഓരോരുത്തർ തൊഴിലിന് വേണ്ടി പഠിച്ച് പരീക്ഷ എഴുതി അതിന്റെ കാര്യങ്ങൾക്കെതിരെ ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ ശമ്പളം കിട്ടുന്നതിനും തൊഴിൽ കിട്ടുന്നതിനും ഒക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ നടക്കുന്ന ആളുകൾക്ക് മുമ്പിലാണ് ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് നിങ്ങൾ ശമ്പള പരിഷ്കരണം കൊടുക്കുന്നത്. പൊതുഖജനാവിലെ പൈസയാണ്, എന്റെയും നിന്റെയും ഒക്കെ അടക്കമുള്ളവരുടെ പൊതുഖജനാവിലെ പണം കൊടുത്ത് ഈ കുറ്റവാളികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. കഷ്ടമാണടാ. പോയി ചത്തൂടെ? ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ പറഞ്ഞ കുറെ അന്തം കമ്മികളുണ്ട്. കഷ്ടം.